ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവ്. DGPക്കാണ് അന്വേഷണ ചുമതല. ADGPക്കൊപ്പം RSS നേതാക്കളെ കണ്ടവരുടെ മൊഴിയെടുക്കും. ADGPയുടെ സുഹൃത്തായ RSS നേതാവ് A ജയകുമാറിന്റെ മൊഴിയും രേഖപ്പെടുത്തും. സാക്ഷി എന്ന നിലയിൽ മൊഴി രേഖപ്പെടുത്താൻ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം A ജയകുമാറിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അജീഷ് ജയകുമാർ വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, എന്തൊക്കെയാണ് ഈ ഉത്തരവിൽ പറയുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തന്വേഷിക്കും എന്നുള്ളതാണല്ലോ. കഴിഞ്ഞ LDF യോഗത്തിൽ ഈ കൂടിക്കാഴ്ച വിവാദം ചർച്ചയായ ഘട്ടത്തിൽ അതും അന്വേഷണ പരിധിയിൽ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതിനുശേഷം ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഇതിൽ എന്താണ് അന്വേഷിക്കാൻ പോകുന്നത്, ആരെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും, അതിലൊക്കെ ഒരു ധാരണയുണ്ടോ ഇപ്പോൾ ഈ ഉത്തരവിറക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിന്? വിജയകുമാർ, എന്തായാലും ആരോപണം ഉയർന്ന 20 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ PV അൻവർ MLA പരാതിയിൽ അജിത് കുമാറിനെതിരെ DGP തല അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ അന്വേഷണത്തിലെ ടേംസ് ഓഫ് റെഫറൻസിൽ ADGP RSS കൂടിക്കാഴ്ച ഉൾപ്പെട്ടിരുന്നില്ല. ഇതിനെതിരെ വലിയ വിമർശനമാണ് പ്രതിപക്ഷവും CPIM അടക്കമുള്ള പാർട്ടികളും ഉന്നയിച്ചിരുന്നത്. ഇതിനെ തുടർന്ന് കോൺഗ്രസ് ഇന്നലെ പ്രത്യേകമായ ഒരു പരാതി ADGP RSS കൂടിക്കാഴ്ച സംബന്ധിച്ച് അതിന്റെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് DGP അന്വേഷിക്കണമെന്ന്. DGP ആയിരിക്കും മേൽനോട്ടം വഹിക്കുന്നത്. പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിൽ ഉണ്ടാകും. 2023 തൃശൂരിലും തിരുവനന്തപുരത്തുമായി ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആദ്യം തൃശൂരിൽ ദത്താത്രേയ ഹൊസബളയുമായും പിന്നീട് 10 ദിവസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് RSS നേതാവായ റാം മാധവുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. പിന്നീട് 20 ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രതിപക്ഷ നേതാവ് ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച വിവരം വെളിപ്പെടുത്തുന്നത്. അതിനുശേഷം സർക്കാർ ADGPയെ സംരക്ഷിക്കുകയായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ഒരു ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഗൗരവതരമാണെന്നും എന്തിന് കണ്ടു എന്നത് പുറത്തു പറയണമെന്നും പൊതുജനങ്ങൾ അറിയേണ്ടതുണ്ടെന്നും CPI അടക്കമുള്ള മുന്നണികൾ പാർട്ടികൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത്. എന്തായാലും ഈ സമ്മർദ്ദം ശക്തമായതോടെയാണ് സർക്കാർ ഇപ്പോൾ പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഭാഗമായി സാക്ഷിയായിട്ടുള്ള A ജയകുമാർ, ഈ A ജയകുമാറിന്റെ ഇടനിലയിലാണ് ADGP ദത്താത്രേയ ഹൊസബളയെ കണ്ടത്. A ജയകുമാറിനെ സാക്ഷിയായി മൊഴിയെടുക്കാൻ ഇന്റലിജൻസ് വിഭാഗം വിളിപ്പിച്ചിട്ടുണ്ട്. മറ്റ് RSS നേതാക്കൾ ഈ അന്വേഷണവുമായി സഹകരിക്കുമോ എന്ന് നിലവിൽ വ്യക്തമല്ല. എന്തായാലും അജീഷ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലെ ഒരു കക്ഷി ADGPയും മറുഭാഗത്ത് RSSന്റെ 2 പ്രധാനപ്പെട്ട നേതാക്കളുമാണ്. അവർക്ക് നോട്ടീസ് നൽകി. ഇപ്പോൾ A ജയകുമാറിന് നോട്ടീസ് നൽകി. അദ്ദേഹം അതിനോട് പ്രതികരിക്കുമോ എന്ന് നമുക്കറിയില്ല. ദത്താത്രേയ ഹൊസബളയോ റാം മാധവോ ഇപ്പോൾ ഈ അന്വേഷണവുമായി സഹകരിക്കുമോ എന്ന് പറയാൻ കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ കാര്യക്ഷമമായ അന്വേഷണം ഇതിൽ നടക്കുമോ? അതിൽ ഇപ്പോൾ പ്രതിപക്ഷമൊക്കെ അതിൽ വലിയ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. DGP മാത്രമാണോ ഈ സംഘത്തിലുള്ളത്, അതോ മറ്റുദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അതിൻ്റെ ഘടന എങ്ങനെയാണ്? ഇതിൻ്റെ പ്രായോഗികതയാണല്ലോ ഏറ്റവും വലിയ ചോദ്യം ഇപ്പോഴും. വിജയകുമാർ, ഇപ്പോൾ നിലവിൽ DGPക്ക് നിർദ്ദേശം മാത്രമാണ് നൽകിയിട്ടുള്ളത്. പുതിയ അന്വേഷണ സംഘത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് നിലവിൽ തീരുമാനിച്ചിട്ടില്ല. അത് DGP ആയിരിക്കും തീരുമാനിക്കുക. നേരത്തെ PV അൻവർ MLA ആരോപണത്തിൽ ഈ DGP മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണത്തിൽ 2 IG അടക്കമുള്ള DIG അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു അന്വേഷണ സംഘമായിരിക്കും ഇതിലും രൂപീകരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ RSS നേതാക്കൾ ഈ അന്വേഷണവുമായി സഹകരിക്കുമോ എന്ന് വ്യക്തമല്ല. നേരത്തെ ഈ ADGP DGPക്ക് മുമ്പിൽ മറ്റു ചില കേസുകളിൽ ഒരു മൊഴി നൽകിയിരുന്നു. ആ മൊഴി നൽകിയതിൽ ഈ ADGP RSS കൂടിക്കാഴ്ചയെ ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിവരവും പുറത്തു പറഞ്ഞിരുന്നു. ഇതിനെന്തായാലും ADGP നൽകുന്ന മൊഴിയും ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. സ്വകാര്യ സന്ദർശനമാണെന്നാണ് ADGP അടുപ്പമുള്ള വൃത്തങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് പുറത്ത് അറിയണം. അതുകൊണ്ട് ADGP നൽകുന്ന മൊഴി ഏറെ നിർണായകമാണ്. ADGPയുടെ വാക്കുകളാണ് ഇതിൽ ഏറെ പ്രസക്തം. സ്വാഭാവികമായിട്ടും RSS നേതാക്കൾ സഹകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. യെസ്, അതാണ് ഈ അന്വേഷണത്തിന്റെ പ്രസക്തി ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. I mean, how do I know what kind of inquiry there? I have already written to the Chief Minister. What is matter of concern for me are the reports.
യെസ്, ഗവർണർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ ആ കൂടിക്കാഴ്ച വിവാദത്തിലെ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ചില ശ്രദ്ധേയമായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ADGP RSS കൂടിക്കാഴ്ചയിൽ അന്വേഷണം നടക്കട്ടെ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. RSS നേതാക്കളെ ആർക്കും കാണാം, അന്വേഷണത്തോട് സഹകരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് RSS നേതൃത്വമാണെന്നും K. സുരേന്ദ്രൻ പ്രതികരിച്ചു. സർക്കാരിന്റെ അന്വേഷണ നീക്കം പ്രഹസനം എന്നായിരുന്നു KPCC അധ്യക്ഷൻ K. സുധാകരന്റെ പ്രതികരണം. RSS നേതാക്കളുടെ എന്ത് മൊഴി രേഖപ്പെടുത്താനാണ്? RSS നേതാക്കളെ കാണാൻ ഓരോ ദിവസവും നൂറുകണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. 2023 ADGP RSSന്റെ നേതാവിനെ കണ്ടത്. പൂരം പ്രശ്നം ഉണ്ടായത് 2024 ഏപ്രിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നട്ടാൽ മുളയ്ക്കാത്ത നുണകളുമായിട്ട് വരുന്ന ആളുകൾ തൃശ്ശൂരിലെ BJP വിജയത്തിൻ്റെ ശോഭ കെടുത്താനാണ്. കോൺഗ്രസിൻ്റെ പരാജയം അതിന് കാരണം CPM ആണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ്. അവിടെ കോൺഗ്രസ് ദയനീയമായി 3-ാം സ്ഥാനത്ത് പോയതാണ്. പിന്നെയും അടിസ്ഥാനരഹിതമായ വാദങ്ങളാണ് അവരുന്നയിക്കുന്നത്. എന്ത് കാര്യത്തിന് അന്വേഷിക്കാൻ ആ സംഭവം നടന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണത് കാണാൻ പോയത്. അങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ അകത്ത് എന്ത് അന്വേഷണം? ആരെ ബോധ്യപ്പെടുത്താൻ അന്വേഷണം? ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ? CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം BJPക്ക് സറണ്ടറായി. ADGP പോയത് ADGPക്ക് വേണ്ടിയാണോ? അല്ല, ADGP പോയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. തൃശൂർ പൂരം നടത്തിപ്പിലെ വീഴ്ചയിൽ തുടരന്വേഷണത്തിന് സാധ്യതയുയർന്നു. മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ച സൂചന നൽകി. ADGPയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ചു വരികയാണെന്നും നിലപാട് അറിഞ്ഞ ശേഷം തുടർ നടപടിയെന്നുമാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് വിശദാംശങ്ങൾ നൽകും. പ്രതീഷ്, ഇക്കാര്യത്തിൽ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്, ഇപ്പോൾ ADGPയുടെ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണം നടത്താൻ കഴിയുമോ എന്നതിൻ്റെ സാധ്യത, നിയമപരമായ സാധ്യത സർക്കാർ പരിശോധിക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. അക്കാര്യം തന്നെയായിരിക്കും ക്യാബിനറ്റിൽ ഇന്നിപ്പോൾ CM അറിയിച്ചിരിക്കുന്നത്, അല്ലേ? വിജയകുമാർ, ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വിശദമായ അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള കുറിപ്പോടെയാണ് DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടാകുമെന്നതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന കാര്യം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് നിലവിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ പരിഗണനയിലാണ് എന്നും ആഭ്യന്തര സെക്രട്ടറി ഇത് പരിശോധിച്ച് വരുന്നു എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം. ഒപ്പം തുടരന്വേഷണത്തിനുള്ളൊരു സാധ്യതയുടെ സൂചനയും മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഇതിൽ നിലവിൽ AGയുടെ നിയമോപദേശമടക്കം ആഭ്യന്തര സെക്രട്ടറി തേടി എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഒരു തുടരന്വേഷണത്തിന്റെ സാധ്യത തന്നെയാണ് ഈ പൂരം അലങ്കോലമാക്കലുമായി ബന്ധപ്പെട്ട തെളിയുന്ന കാര്യം. നേരത്തെ ഈ CPI ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഒരു ശക്തമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടിയാണ് വിശദമായ അന്വേഷണത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നത്. ഇതിൽ ഏതുതരം അന്വേഷണം നടത്തണമെന്ന കാര്യത്തിൽ ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അറിയിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ അന്തിമ ഉത്തരവ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും നിലവിൽ ADGP സമർപ്പിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രി അതേപടി അംഗീകരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം അത് മുന്നണിയെ ഉൾപ്പെടെ ബാധിക്കുന്ന വിഷയമായി മാറിക്കഴിഞ്ഞു. അതിൽ വലിയ തരത്തിൽ ആ റിപ്പോർട്ടിൽ അതൃപ്തി CPIക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടത്തി ഈ അട്ടിമറി, ഗൂഢാലോചന അടക്കമുള്ള ആരോപണങ്ങൾ കൃത്യമായി പരിശോധിക്കാനുള്ള തുടരന്വേഷണത്തിലേക്ക് തന്നെയാകും സർക്കാർ പോവുക. വിജയകുമാർ. യെസ്, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഒരു FIR രജിസ്റ്റർ ചെയ്ത് തുടരന്വേഷണം നടത്താൻ കഴിയുമോ എന്നതടക്കം അതിൻ്റെ ഉൾപ്പെടെ സാധ്യതകൾ സർക്കാർ പരിശോധിക്കുന്നുണ്ട്. AGയുടെ നിയമോപദേശം തേടും എന്ന വിവരം കൂടി വരുന്നുണ്ട്. ആ വിശദാംശങ്ങളാണ് പ്രതീഷ് നൽകിയത്. അതേസമയം ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു അന്വേഷണവും അംഗീകരിക്കില്ല എന്നാണ് കോൺഗ്രസ് നേതാവ് K. മുരളീധരന്റെ പ്രതികരണം. സർക്കാരിന്റെ അന്വേഷണ നീക്കം പ്രഹസനമാണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. പൂരം കലക്കിയ സംഭവത്തിൽ ഒരു കാരണവശാലും മറ്റൊരു നടപടിയും ഞങ്ങൾ അംഗീകരിക്കില്ല. ജുഡീഷ്യൽ എൻക്വയറി നടത്തിയേ തീരും. അക്കാര്യത്തിൽ UDFന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. അന്വേഷണം ഒരു പ്രഹസനമാണ്. കാരണം ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ഇംഗിതം അനുസരിച്ച് നടന്ന കാര്യങ്ങളാണ്. അത് പുറത്തു വരണമെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം കൊണ്ടേ കഴിയൂ.
ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖിനെ കണ്ടെത്താൻ പരക്കം പാഞ്ഞു പോലീസ്. 1.5 ദിവസത്തിന് ശേഷം മൊബൈൽ ഫോൺ ഓണായെങ്കിലും സിദ്ദിഖ് എവിടെ എന്നതിൽ ഒരു സൂചനയുമില്ല. മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സിദ്ദിഖിന്റെ നീക്കം. പരാതിക്കാരി തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ജാമ്യാപേക്ഷയ്ക്കെതിരെ സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിക്കും. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ മൊബൈൽ ഫോൺ ഓണാക്കി എന്നതൊക്കെ ഈ അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാനോ അവരെ തെറ്റിദ്ധരിപ്പിക്കാനോ അന്വേഷണത്തിന്റെ ദിശ മാറ്റാനോ ഒക്കെയുള്ള ഒരു പ്രതിയുടെ നീക്കം എന്നതിനപ്പുറത്ത് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ അതിനൊക്കെ? വിജയകുമാർ, ഈ പറഞ്ഞതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത. കാരണം ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ, ഒരു പക്ഷേ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനുള്ള നീക്കങ്ങൾ ആയി ഇതിനെ കണക്കാക്കിയാൽ മതി. കാരണം ആ ബുദ്ധിമാന്മാരായ അഭിഭാഷകൻ തന്നെയാണ് ഈ സിദ്ദിഖിന് വേണ്ടി ഹാജരായിട്ടുള്ളത്. രാമൻപിള്ള അസോസിയേറ്റ്സ് അത്ര കുറഞ്ഞ കക്ഷികളല്ല. അവരെന്തായാലും അവർക്ക് അവരുടെ അടുത്തെത്തിയ പ്രതിയോട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം എന്നാവശ്യപ്പെടാതിരിക്കില്ല. ഇതിനിടയിൽ ഫോൺ സ്വിച്ച് ഓൺ ആയി എന്നൊക്കെ പറയുന്നത് തന്നെ അന്വേഷണ സംഘത്തിന് വഴിതെറ്റിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയുള്ളതായിരിക്കും. അതിനപ്പുറത്തേക്ക് അത് പരിഗണിക്കുക പോലും വേണ്ട. പക്ഷെ ഒരു കാര്യം, ഈ സംഭവം, ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളി 24 മണിക്കൂർ പിന്നിടുമ്പോഴും സിദ്ദിഖ് എവിടെ എന്ന ചോദ്യത്തിന് മറുപടിയില്ല അന്വേഷണ സംഘത്തിന്. അത് അവർ പല സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അതായത് കുടുംബ വീട്ടിൽ നോക്കി, പടമുകളിലെ വീട്ടിൽ നോക്കി, ഒപ്പം ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ വീടുകളിലേക്ക് പരിശോധന നടത്തി, ചലച്ചിത്ര പ്രവർത്തകരും സുഹൃത്തുക്കളുമായ ആളുകളുടെ വീട്ടിലേക്കൊക്കെ പോവുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അവിടെ എങ്ങും തന്നെ സിദ്ദിഖിന്റെ പൊടി പോലുമില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനിടെ അഭിഭാഷകനുമായി സിദ്ദിഖ് ഫോണിൽ സംസാരിച്ചു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അത് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്യാവുന്നതാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംസാരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വിവരം, ഈ സുപ്രീം കോടതിയിൽ ഈ കേസിന്, ഈ മുൻകൂർ ജാമ്യത്തിന്മേൽ ഉള്ള അപ്പീൽ, അത് നമ്പർ ഇട്ടാൽ പിന്നീട് അറസ്റ്റിലേക്ക് കടക്കണ്ട എന്നുള്ളതാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. സുപ്രീം കോടതിയുടെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷം മതി പിന്നീട് അറസ്റ്റ് എന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത്. ഇനി അഥവാ കോടതിയിൽ നടപടികളിലേക്ക് കടന്നില്ലെങ്കിൽ കിട്ടിയാൽ അറസ്റ്റ് ചെയ്യുക എന്നുള്ള നിർദ്ദേശവുമുണ്ട്. എന്തായാലും നിർണായകമായ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. അത് സിദ്ദിഖിനെ സംബന്ധിച്ചും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്. ഇതിനോടകം പരാതിക്കാരെ തടസ്സ ഹർജി ഇതിൽ ഇപ്പോൾ ഇന്നലെയോ അല്ലെ മിനിഞ്ഞാന്നോ ഒക്കെ കൊച്ചിയിൽ ഉണ്ടായിരുന്ന, ഈ പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന സിദ്ദിഖിനെ ഈ വിധി വന്നതിന് ശേഷം കാണാനില്ല, ഇതുവരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് പോലീസിനും ഒട്ടും ചേർന്നതല്ലല്ലോ. കാരണം ഈ ദിവസങ്ങൾ ഈ വിധി വരും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഈ പ്രതിയുടെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിക്കേണ്ടതായിരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ അറസ്റ്റ് ഒഴിവാക്കാനോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി ഈ പ്രതി ജാമ്യം എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ എന്ന ഒരു അലസ മനോഭാവം ഉണ്ടോ പോലീസിനും? അത്തരം വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നത് കൊണ്ടാണ് ആ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. ഇക്കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഏറെക്കുറെ ഉറപ്പിക്കാവുന്നതാണ് വിജയകുമാർ. കാരണം അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഏതെങ്കിലും തരത്തിൽ സുപ്രീം കോടതിയിലേക്ക് ഈ ഹർജി എത്തി, അപ്പീൽ ഹർജി എത്തി, അതിൽ നമ്പർ ഇടുകയാണെങ്കിൽ തൽക്കാലം കാത്തിരിക്കാനാണ് അവർക്ക് കിട്ടിയ നിർദ്ദേശം എന്നാണ് മനസ്സിലാകുന്നത്. ഇനി അഥവാ നടപടി തുടങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാം, അത് കണ്ടു കിട്ടുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഒരു കണക്കുകൂട്ടൽ വെച്ച് കാര്യമായൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. സുപ്രീം കോടതിയുടെ തീരുമാനം കൂടി വരാൻ പോലീസ് കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇല്ലെങ്കിൽ കേരള പോലീസിന് കണ്ടെത്താനാകാത്തതൊന്നുമല്ല ഈ കാര്യം. വാദിഭാഗവും അത് തന്നെയാണ് പറയുന്നത്. ഇന്ന് ഹരീഷ് വാസുദേവനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, പോലീസ് വളരെ നിഷ്ക്രിയമായാണ് ഇരുന്നത്. ഈ പ്രതിയെ നിരീക്ഷിക്കാൻ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല, ഒരു ശുഷ്കാന്തിയും കാണുന്നില്ല എന്ന് അവർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ വീഴ്ച എന്തായാലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കണ്ടെത്താനാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. സുപ്രീം കോടതിയിലേക്ക് മുൻകൂർ ജാമ്യ ഹർജി പോയി അത് തള്ളിയാൽ ഒരു പക്ഷേ അദ്ദേഹം കീഴടങ്ങുക എന്നുള്ളതായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. കിട്ടിയാൽ നോക്കാം എന്ന സമീപനം മാത്രമേ പോലീസിന് ഇക്കാര്യത്തിലുള്ളൂ എന്ന സംശയം കുറെ കൂടി ബലപ്പെടുന്നുണ്ട്. പ്രതി ഒളിവിൽ പോയിട്ട് 24 മണിക്കൂർ പിന്നിടുമ്പോഴും കൃത്യമായ സൂചനകളൊന്നുമില്ല. ഫോൺ ഓണായി എങ്കിലും അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രതിയുടെ നീക്കം എന്ന നിലയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ആ പ്രതി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അതിൻ്റെ നടപടിയിലേക്കൊക്കെ കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിജീവിത അങ്ങനെയാണെങ്കിൽ ഒരു തടസ്സ ഹർജി അവിടെ ഫയൽ ചെയ്തിട്ടുമുണ്ട്. ജമ്മു കാശ്മീർ നിയമസഭയിലേക്കുള്ള 2ാം ഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. 11 മണി വരെ 25% പേർ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് കണക്കുകൾ. മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉൾപ്പെടെ 239 സ്ഥാനാർത്ഥികൾ
മത്സര രംഗത്തുണ്ട്. അതിനിടെ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി പരസ്യമാക്കി നാഷണൽ കോൺഫറൻസ് നേതാക്കൾ രംഗത്തെത്തി. കോൺഗ്രസ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന ജമ്മുവിൽ രാഹുൽ ഗാന്ധി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഒമർ അബ്ദുള്ള ആവശ്യപ്പെട്ടു. നമ്മൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഇടവേള ബാബുവിനെ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇന്ന് ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം വിളിപ്പിച്ചിരുന്നു. ചോദ്യം ചെയ്യലിനിടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ മുകേഷിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി. ഒരുപക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടേക്കും. ഹൈക്കോടതിയുടെ ഉത്തരവ്, ഇക്കാര്യത്തിൽ കോടതിയുടെ ഉത്തരവ് ഉണ്ട്. അതുകൊണ്ട് തുടർ നടപടികൾ എന്നത് ഒരു പക്ഷേ ജാമ്യം നൽകി വിട്ടയക്കലായിരിക്കും. നടപടിക്രമങ്ങളുടെ ഭാഗമായി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൈംഗിക പീഡന പരാതിയിൽ എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകും. ശ്രീകാന്ത്, ജാമ്യമുള്ളതാണ് കോടതിയിൽ നിന്ന്, അതുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുക എന്നതായിരിക്കും അടുത്ത നടപടി, അല്ലേ? അതങ്ങനെ തന്നെയാണ്, അക്കാര്യത്തിൽ സംശയം വേണ്ട. കാരണം നേരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തതാണ്. ഈ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഉണ്ടാകേണ്ട നടപടിയാണ് സംഭവിക്കുക. അറസ്റ്റ് രേഖപ്പെടുത്തുക, പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുക, പിന്നീട് ഈ ജാമ്യം എക്സിക്യൂട്ട് ചെയ്ത് വിട്ടയക്കുക എന്നുള്ളതാണ്. അതിനു മുൻപായി ഒരു പക്ഷേ ഈ പൊട്ടൻസി പരിശോധന ഉണ്ടാകും, ലൈംഗിക ശേഷി പരിശോധന ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. സാധാരണ നടപടിക്രമം അങ്ങനെയാണ്. 376 വകുപ്പ് തന്നെയാണ് ഇടവേള ബാബുവിനെതിരെയും ചുമത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ മുകേഷിന് സമാനമായ നടപടിക്രമങ്ങൾ നിലവിൽ ഇടവേള ബാബുവിനും പ്രതീക്ഷിക്കാം എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് ഇടവേള ബാബുവിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെയാണ് ഇദ്ദേഹം എത്തിയത്, ഇടവേള ബാബു എത്തിയത്. പിന്നീട് ഇവിടെ ചോദ്യം ചെയ്യൽ നടക്കുകയുണ്ടായി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസാണിത്. ഈ ക്യാമ്പ് ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ നടക്കുകയുണ്ടായത്. അതിന്റെ തുടർ നടപടി എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്പസമയത്തിനകം ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാകുന്നത്. സാധാരണ ഇത്തരം കേസുകളിൽ 376 ചുമത്തുന്ന കേസുകളിൽ പൊട്ടൻസി പരിശോധന ഉണ്ടാകേണ്ടതാണ്, ലൈംഗിക ശേഷി പരിശോധന ഉണ്ടാകേണ്ടതാണ്. അതാണ് സാധാരണഗതിയിൽ നടക്കേണ്ടത്. അതിനുശേഷമായിരിക്കും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത്. അല്പസമയത്തിനകം ഇടവേള ബാബു പുറത്തേക്ക് വരും എന്ന് മനസ്സിലാക്കുന്നു. ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഉള്ളിലേക്ക് ചോദ്യം ചെയ്യൽ നടന്ന മുറിയിലേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹവുമായി പുറത്തേക്ക് എത്തും എന്നാണ് കരുതുന്നത്. ഇന്നലത്തെ മുകേഷിന്റെ കാര്യത്തിലുണ്ടായ അതേ നടപടിക്രമം തന്നെയായിരിക്കും. ശരിയാണ്, ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മുകേഷിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ. അതേ നടപടിക്രമം തന്നെയാണ് ഇവിടെ ഇടവേള ബാബുവിന്റെ കാര്യത്തിലുള്ളത്. ലൈംഗിക പീഡന പരാതിയിൽ രാവിലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. വൈദ്യപരിശോധന ആവശ്യമെങ്കിൽ അതുകൂടി നടത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ കോടതി ഉത്തരവ് പ്രകാരം ഇടവേള ബാബുവിനും ജാമ്യം നൽകും. അറസ്റ്റ് രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.